വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ചരി ഡേയ്സ്. ഞാനിപ്പോൾ മുംബൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കണ്ണൂർ നഗരം, അതും ഓണം ദിവസം തന്നെ എന്നെ ഇപ്പോൾ കമ്പനി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് മുംബൈയിൽ. കാരണം ഗ്യാസ്കോൻ്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്യാസ് ടാങ്കറിൽ കയറാൻ വേണ്ടിയിട്ട് ഓഫീസേഴ്സിൻ്റെ തന്നെ അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിൽ ടിക്കറ്റും കിട്ടിയില്ല. അതുകൊണ്ട് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ കണ്ണൂർ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് ലോക്കൽ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് മുംബൈയിലേക്ക്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കാരണം സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ രത്നഗിരി എത്തിയപ്പോഴാണ് അറിഞ്ഞത് കാര്യം ഇങ്ങനെയാവുന്നത്. പിന്നെ എനിക്ക് കിടക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാതെയായി. ഭയങ്കര വിശപ്പും ദാഹമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് മുംബൈ എത്തി കിട്ടിയാൽ മതി എന്നായി. മുംബൈ എത്തിയപ്പാടന് നല്ലപോലെ ഒരു ബിരിയാണി വെച്ച് കാച്ചി. എന്നിട്ട് നേരെ ബേലാപ്പൂർ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ട്. എന്നിട്ട് പുറത്ത് നിന്നിട്ട് വേഗം തന്നെ ഞാൻ എന്താക്കി, ഊബറിൽ വിളിച്ചിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്തു. കാരണം മഴയായത് കാരണം നടന്നിട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ദൂരം ഉണ്ടേ. എന്നിട്ട് ഊബറിന്റെ ഓട്ടോ വന്നു. അങ്ങനെ ഊബറിൽ കയറി നേരെ എൻ്റെ റൂമിലേക്ക് പോയി. ഇതാണ് പി മാറേ. ഓക്കെ, അപ്പൊ ഇവിടത്തേക്കാണ് ഇനി തിരിച്ചു വരേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേഗം റൂമിലെത്താൻ വിചാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്ത അവസ്ഥയായി. പിന്നെ വേഗം തന്നെ കുളിച്ച് മാറ്റി നല്ലപോലെ ഒരു പൊറോട്ടയും ചിക്കൻ കറിയും വെച്ച് കാച്ചി. എന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. എന്നിട്ട് ഉറങ്ങി. ഇതാണ് എൻ്റെ റൂം. അപ്പൊ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നത് മലയാളം ക്വാർട്ടേഴ്സ് ആണ്. മലയാളികൾ മാത്രമാണ് ഇവിടെ താമസിക്കാറ്. നോർമലായി സീമെൻസ് ആണ് താമസിക്കാറ്. അപ്പൊ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ ഓക്കെ, ഒരു നല്ല വൈബ്. പക്ഷെ നല്ലത് എനിക്കൊരു വൈബും ഇല്ല. കാരണം ഓണമാണ് ഇന്ന്. ഓണത്തിന് തന്നെ എനിക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. കോളേജിലേക്ക് പോണ്ടേ, പഠിക്കണ്ടേ, അങ്ങനെ സദ്യ ഒന്നും ഇല്ലാത്ത ഒരു ഓണം. അങ്ങനെ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേക്ക് എത്തിയത്. ഇത് അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ലേക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നല്ല ഇവര് മുംബൈക്കാര് മൊത്തം കൊളാക്കി വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. പാത്രം കഴുകലും തുണി അലക്കലും എല്ലാം ഇതിൽ തന്നെയായിരുന്നു. ഓഹോ ആഹാന്നായിരിക്കും ഇവരുടെ പരിപാടി. അപ്പോ അങ്ങനെ അമ്പലത്തിലൊക്കെ നല്ല കുട്ടിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കോളേജിലേക്ക് പോകാന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം STCWസിന് വേഗം പരീക്ഷ എഴുതി നല്ലപോലെ പാസ്സാകണേ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് വീട്ടിലേക്ക് മാറി കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. അങ്ങനെ നേരെ പിന്നെയും നടക്കാൻ തുടങ്ങി. അപ്പൊ നടക്കുന്നത് നല്ലതാണ്, രാവിലെ തന്നെ നടക്കുന്നതാണ് ബെസ്റ്റ്. കാരണം ഡോക്ടർ ഇപ്പൊ എനിക്ക് പ്രിഫർ ചെയ്തിരിക്കുന്നത് ആഴ്ചക്ക് 5 ദിവസമെങ്കിലും നടക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരേ നടക്കുന്നു തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ല, എന്തായാലും ചേർന്നല്ലേ പറ്റൂ ഈ കോഴ്സ്. പിന്നെ എന്ന് പറഞ്ഞാൽ DG കുറെ കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ച കോഴ്സ് ആയിരുന്നു, MCA UK MCA കോഴ്സുകൾ. അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി ചെയ്യാന്ന് കരുതിയത്. കാരണം ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കോഴ്സ് ഇവിടെ മുംബൈയിലും പിന്നെ അഡ്വാൻസ് ചെന്നൈയിലുമാണ് ഉള്ളത്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം HMDയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ മഴയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ നടന്നു. ഇപ്പൊ ഏകദേശം 8:30 മണിയാകാറായി. അപ്പോൾ കോളേജിന്റെ ജംഗ്ഷന്റെ അടുത്ത് എത്തി. അപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പൊ സമയമില്ല, 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ കോളേജിന്റെ മുന്നിൽ തന്നെ, അതായത് കാണുന്നത് BP മാറേന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് ഒരു തട്ടുകടയിൽ നിന്ന് നല്ലപോലെ ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ജെറോക്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് കോളേജിന്റെ മുന്നിലുള്ള വഴിയിലേക്ക് കൂടി നടക്കാണ്. ഇത് ഹോസ്റ്റൽസിനുള്ള അവൈലബിലിറ്റി ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കാറിന്റെ മേലെ. ഇതാണ് BP മറൈൻ. അപ്പോൾ BP മറൈൻ്റെ തൊട്ട് താഴെ തന്നെ കുറേ എല്ലാ ജെറോക്സിന്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ ജെറോക്സ് എടുക്കുമ്പോഴാണ് ഇവിടെ ഒരു സ്റ്റിക്കർ കണ്ടത്. അതായത് മർച്ചന്റ് നേവിയിലേക്ക് എഞ്ചിൻ സൈഡും ഡെക്ക് സൈഡിലേക്കുള്ള ആ ക്വാളിഫിക്കേഷനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൂപ്പറാണെങ്കിൽ ഭയങ്കര ബിസിയാണ്. ഞാനാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടേ ഉള്ള വേഗം ഇതൊക്കെ ജെറോക്സ് ചെയ്തു തരണം, എനിക്ക് വേഗം തന്നെ കോളേജിൽ പോകേണ്ടതാണ്. ഇങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ജെറോക്സ് എടുക്കാൻ കൊടുക്കുകയാണ്. ഈ CDC SID കാർഡ്, പിന്നെ എൻ്റെ COC ടിക്കറ്റ് ആണ് MCAന്റെ, പിന്നെ പാസ്പോർട്ട്, പിന്നെ ഉള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റും, പിന്നെ TFFും പിന്നെ AFF, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ജെറോക്സ് എടുത്തു. പിന്നെ ഒരു പെന്നും കരുതി. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവരൊന്നും വിടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് BP മറൈൻ കോളേജ്. ഈ കോളേജിൽ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇനി കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, റിസപ്ഷനെ കാണാനുണ്ട്. അവിടെ കണ്ടിട്ട് എവിടെയാണ് എൻ്റെ എന്താ പറയുന്നത് STCWന്റെ ക്ലാസ് റൂം, ഇതൊക്കെ അന്വേഷിക്കാനുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ അവിടെ വരുന്നും പോകുന്നും കാണുന്നുണ്ട്. രാവിലെ തന്നെ ഇത്രയും ആൾക്കാർ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറെ ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ കണ്ടമാനം ആൾക്കാരുണ്ട്.
അപ്പൊ എന്തായാലും റിസപ്ഷനിൽ പോയിട്ട് എന്തായാലും കാര്യങ്ങൾ അന്വേഷിക്കാം. അങ്ങനെ അവിടെ പോയി ഞാൻ ചോദിച്ചു എവിടെയാണ് നമ്മുടെ ക്ലാസ്, ഏത് ഡിവിഷനിലാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ ആന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ഞാൻ എന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി അങ്ങ് മേലോട്ട് പോയി. അപ്പൊ മേലിലെത്തിയപ്പാടന്നെ യുകെന്റെ, അതായത് UK സൗത്ത് ഷീൽഡിലേക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റുന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കണ്ടു. അപ്പോ സൗത്ത് ഷീൽഡിന് വേറെ തന്നെ ഒരു കോളേജ് ഉണ്ട്. ഇപ്പോ BP മറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. BP മറിഞ്ഞിൽ എന്തായാലും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഹാൻഡ് മെയ്ഡ് തിങ്സ് ഒക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്ലാസ് റൂം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരതാന്ന് കരുതി ഇനി ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എരിവേലി കൂടുതലും കുറേ നടന്നു എന്റെ ഊപ്പാട് ഇളകിപ്പോയി. എന്നിട്ട് പോലും ഞാൻ എന്റെ ക്ലാസ് റൂം കാണാൻ പറ്റുന്നില്ല. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ BP മറൈൻ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റുഡന്റ് അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത് ഇതിലേ കൂടിയല്ല ചേട്ടാ, അപ്പുറത്തേ കൂടിയാ പോകേണ്ടത്, പുറത്തേ കൂടിയാണ്. അങ്ങനെ പുറത്തേ കൂടി പോകുമ്പോൾ അങ്ങനെ BP മറൈനിൽ ഇവിടെ പൻവേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റുഡൻസ് റെഡി ആയിട്ടിരിക്കുകയാണ്. അവർക്ക് ഫെമിലൈസേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BP മറൈനിന്റെ പുറകു വശത്തേ കൂടി കയറാനുള്ള ഒരു വഴിയാണിത്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വാളില്. അപ്പോൾ ഇതിലേ കൂടിയാണ് നമ്മൾ റൂമിലേക്ക് പോകേണ്ടത്, അതായത് ക്ലാസ് റൂമിലേക്ക്. അങ്ങനെ ക്ലാസ് റൂമിലെത്തി മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് MC എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ മാറ്റിയിട്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ ഗ്യാസ്ട്രോന്റെ ബേസിക് കോഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് എൻട്രി ചെയ്യാം. അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ സാറും സ്റ്റുഡൻസ് ഒക്കെ എത്തിയിരിക്കുകയാണ്. 5 പേരാണ് ഞങ്ങളുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് വിശപ്പായി, പിന്നെ നേരെ ഉച്ചയായി. അങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഇവിടെ പോയി. അപ്പൊ ക്യാൻറ്റീനിൽ പോയപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. നല്ല ബൊഫേ സിസ്റ്റം ഒക്കെ ആയിട്ടുള്ള ഫുഡ് തന്നത്. അപ്പൊ ഓണസദ്യ എന്തായാലും ഇല്ല. അപ്പൊ ഈ സദ്യ നമുക്ക് എന്തായാലും കഴിക്കാം. സൂപ്പൊക്കെ ഉണ്ട് കൂടെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഫുഡും കഴിച്ച് ക്ലാസ്സും കഴിഞ്ഞ് എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴന്നെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു കുറച്ച് മഴയൊക്കെ ഉണ്ട്. ആ മഴയത്ത് ഒരു ചായ ആയാലോ എന്നാ ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് നടക്കാന്ന് കരുതി. അങ്ങനെ ചായയും കുടിച്ച് കുറച്ച് മഴയൊക്കെ നിന്നപ്പോൾ നേരെ റൂമിലേക്ക് ചവിട്ടി പിടിച്ചു. അപ്പൊ ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ തന്നെ കമ്പനീസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലേ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇതേപോലെ തന്നെ ചിന്തിക്കുകയാണ് ഇനി അടുത്ത എന്താ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഇനി HMPയിലേക്കും പോകണ്ടേ. ഇനി ഇവിടുന്ന് ഇതും കഴിഞ്ഞ് നാളെ വേണം HMPയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 ദിവസത്തെ ക്ലാസ് ആണ് ഇവിടെ BP മറൈനിൽ നടക്കുന്നത്. അപ്പൊ 2 ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് നേരെ BP മറൈനിലേക്ക് പോകണമെങ്കിൽ നാളെ, അതായത് ഇന്ന് കഴിഞ്ഞ് 2 ദിവസത്തെ കോഴ്സും കഴിഞ്ഞ് നാളെ രാത്രി 10:30ക്ക് ഇനി HMPയിലേക്ക് പോകാനുള്ള ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ചെന്നൈയിൽ HMPയിൽ ഒരു 5 ദിവസത്തെ കോഴ്സ് ഉണ്ട്. ഇനി അതും കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തി കുറേ സമയത്തിന് ശേഷം. അപ്പോൾ ഒരു 2 മണിക്കൂർ നടക്കാനുണ്ട്. അങ്ങനെ റൂമിലെത്തി ഇനി വേഗം കുളിച്ച് മാറ്റി ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങണം. ഇതാണ് നമ്മുടെ റൂം. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.